ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി വേദഭാഗം വായിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആർക്കറിയാം? ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും രുചിച്ചറിയുന്നവർക്ക് പോലും ഭീഷണികളുടെയും പ്രത്യാഘാതങ്ങളുടെയും താഴ്വരകളിൽ ദൈവത്തിൽ ആശ്രയിക്കാതെ സുരക്ഷിതത്വനായി ബുദ്ധിയുടെ മാളങ്ങളിലേക്ക് ഒളിക്കുന്നത് സുലഭമായ കാഴ്ചയാണ്. യഹോവയാം ദൈവം യഹൂദ പ്രവാസികളിൽ നിന്നും അടിമയും അനാഥയുമായ ഹദസെ എന്ന സുന്ദരിയായ പെൺകുട്ടി 127 സംസ്ഥാനങ്ങൾ വാണരുളിയ അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായി ശൂഷനിലെ അന്തഃപുരത്തിൽ എത്തിച്ചു. ഹാമാൻ്റെ നിർദ്ദേശപ്രകാരം സകല യഹൂദന്മാരും കൊന്നുമുടിക്കണമെന്ന് അഹശ്വേരോശ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ യഹൂദന്മാരെ രക്ഷിക്കുവാനായി രാജസന്നിധിയിൽ ചെന്ന് വാദിക്കുവാൻ എസ്തേർ രാജ്ഞി ഭയപ്പെട്ടു. കാരണം വിളിക്കാതെ രാജസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ രാജാവിന് പ്രസാദം തോന്നി. പൊൻചെങ്കോൽ നീട്ടിയിട്ടല്ല എങ്കിൽ ചെല്ലുന്ന വ്യക്തി കൊല്ലപ്പെടും. അന്നത്തെ രാജാവിൻ്റെ വിളംബരം അതായിരുന്നു. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും സ്വയം ഒളിച്ചോൾ ദൈവം തൻ്റെ ജനത്തെ മറ്റേതെങ്കിലും രീതിയിൽ വിടുവിക്കുമെന്നും നശിപ്പിക്കുന്നയാൾ അവളും അവളുടെ പിതൃഭവനും ആയിരിക്കുമെന്നും എസ്തേറിൻ്റെ ചിറ്റപ്പനായ മൊർദെഖായി ഓർമ്മപ്പെടുത്തുമ്പോൾ ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരും തനിക്ക് വേണ്ടി 3 ദിനരാത്രങ്ങൾ ദൈവസന്നിധിയിൽ ഉപസിക്കുവാൻ എസ്തേർ ആവശ്യപ്പെട്ടു. അവളും 3 ദിനരാത്രങ്ങൾ ദൈവസന്നിധിയിൽ ഉപസിച്ച് രാജാവിൻ്റെ രാജസന്നിധിയിൽ കടന്ന് അവളുടെ ജനതയുടെ സുരക്ഷിതത്വം നേടിക്കൊടുത്ത ചരിത്രം നമുക്ക് ഇവിടെ വിസ്മരിക്കാൻ ആവുന്നതല്ല. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദര, ദൈവിക പദ്ധതിയിൽ നിന്നും നാം ഒരിക്കലും ഒളിച്ചോടരുത്. നമുക്ക് തരുന്ന സുഖ സൗകര്യങ്ങളിൽ നാം മുഴുകി ജീവിക്കാതെ നമ്മളിൽ മേൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവ പദ്ധതികൾക്ക് വേണ്ടി നാം ഒരുക്കപ്പെടേണ്ടതും ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കേണ്ട ആവശ്യകതയും ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതിയുടെ പിന്നിൽ നാം മൗനമായി ഇരുന്നു കഴിഞ്ഞാൽ ദൈവം മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കുകയും കർത്താവിൻ്റെ ദൗത്യം നിവർത്തീകരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ദൗത്യമുള്ള നമ്മളിൽ ആ ഒരു പദ്ധതി നടക്കാതെ വരുമ്പോൾ നശിച്ചു പോകുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, മറിച്ച് നാം തന്നെ നശിച്ചു പോകാൻ സാധ്യതകൾ ഏറെ ഉണ്ട് എന്ന് ഈ ചരിത്ര സംഭവങ്ങൾ കൂടി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവീയ പദ്ധതികൾക്ക് വേണ്ടി താങ്കൾ നിലവിളിക്കൂ, ഉപസിക്കൂ. നിനക്ക് വേണ്ടി അസാധ്യ വഴികളെ ദൈവം തുറക്കും. നിയമങ്ങളെ നിനക്ക് അനുകൂലമാക്കി തരും. നിയമം എത്ര കഠിനമായിരുന്നാലും പ്രാർത്ഥിക്കുന്ന, ഉപസിക്കുന്ന, ദൈവിക പദ്ധതിക്ക് വേണ്ടി തങ്ങളെ തന്നെ ഒരുക്കുന്നവർക്ക് വേണ്ടി ദൈവം എല്ലാ ബ്ലോക്കുകളും മാറ്റി നമ്മളെ വഴി നടത്തുവാൻ ദൈവം സർവശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറ നാഥ.